കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരുമ്പാവൂരിൽ ഉള്ള കൂട്ടായ്മയുമായിട്ട് ഇന്നുപോലെ കാലം നമുക്ക് കടന്നു വരുവാൻ 27/7/2025 എന്ന ഈ ദിനത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഒരിക്കൽ കൂടി ഒരു സഭായോഗമായി കൂടി വരുവാൻ ദൈവം നമുക്ക് ഒരു ദിവസം കൂടി ആയുസ്സിനോട് ചേർത്ത് നൽകി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെ വരെയുള്ള മരണക്കണക്കുകൾ എടുത്താൽ എത്രയോ ലക്ഷങ്ങൾ, എത്രയോ കോടികൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, എത്രയോ പേര് കുടുങ്ങിപ്പോയി. രോഗദുഃഖങ്ങളിൽ എത്രയോ പേര് പരസഹായം കൂടാതെ അവര് കിടക്കയിൽ കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ കഴിയാതെ. അവരുടെയൊക്കെ നടുവിൽ നമ്മളിതാ നടക്കുന്നു, പോകുന്നു, വരുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ മനസ്സിലിവാണ് എന്ന് നാം നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മളെ നടത്തുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പ്രിയമുള്ളവരെ, സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മുഖപരമായിട്ട് പറയാനാണെങ്കിൽ, നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു അനിഷേധ്യ നേതാവെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഒരു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ മരിച്ചുപോയി. അതിൻ്റെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ കാണാൻ കേൾക്കാനിടയായി. അത് പറയാൻ ഞാൻ നിൽക്കുകയല്ല ഇവിടെ. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് ഒന്ന് ധ്യാനിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തയുണ്ട്. സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളി വർഗത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ഞങ്ങളുടെ VS ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഇടപെട്ടു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളും അതിൻ്റെതായ നന്മകൾ നമ്മളും അനുഭവിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. കാരണം പുസ്തക മുതലാളിമാര് അവര് വലിയ വലിയ ഫാക്ടറികളിൽ ജനത്തെ കൊണ്ട് അടിമ ചന്തയിൽ എന്ന പോലെ പണിയെടുപ്പിച്ച് അവരുടെ ഭൗതികം കൊടുക്കാതെ അവരെ കഷ്ടത്തിലാക്കി, അവരെ ഞെരുക്കത്തിലാക്കി, അവർ പലരും മരണത്തിലേക്കും പീഡയിലേക്കും ഒക്കെ പോകാനിടയായി. എന്നാൽ തന്നെ പോലെയുള്ള ചില പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് അതിനെതിരെ ശബ്ദമുയർത്തി ആ വലിയ അടിമത്വത്തിൽ നിന്ന് ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ആ മനുഷ്യനെ ഉപയോഗിച്ചു എന്നവർ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ നമുക്കും ഒരു സന്തോഷം ഉണ്ടാകാൻ ഇടയായി തീർന്നു. സ്തോത്രം. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിപ്പി. അപ്പൊ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നൊരു കാലം നമുക്കും ഉണ്ട്. ഇന്ന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ ഞാനതിനെക്കുറിച്ച് പൊതുവിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ വേദനാജനകവും വളരെ വളരെ ദുഃഖകരവുമായ സംഭവമാണ്. എന്നാൽ ദുഷ്ടന്മാർ ഭരണം നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? നീതിമാന്മാർ ഒളിച്ചുകൊള്ളുന്നു. സരസ്വവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. നീതികെട്ടവർ ഭരണം നടത്തുമ്പോൾ ജനം ഒളിച്ചുകൊള്ളുക, ഭയപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നല്ല നല്ല ഭരണാധികാരികൾ ഈ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ഭരിച്ചു. ഒന്ന് കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു VS അച്യുതാനന്ദൻ, വേറെ 2-3 ചിലർ കൂടി ഉണ്ട്. എങ്കിലും നമുക്ക് അടുത്തറിയാവുന്ന 2 പേരാണ് അവിടെ ഭരിച്ചിരുന്നത്. നല്ല ഭരണമായിരുന്നു അവരുടേത് എന്നൊക്കെ പറയുന്നു. എന്തുവാകട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ അതിനുവേണ്ടി ആ ഭരണത്തിന്റെ കീഴിലായിരിക്കുന്നു. എങ്കിലും എൻ്റെ ചിന്ത വചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തെ ഭരിച്ചാൽ ഒരു പക്ഷേ 4, 5, 8, 10 വർഷമൊക്കെ ഭരിക്കും. അത് കഴിയുമ്പോൾ അവർ ഈ ഭരണത്തിൽ നിന്ന് മാറി വേറെ ഭരണം വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ അസ്തമിച്ച് അവർ മരണത്തിലേക്ക് വഴുതി വീഴും. അവർ മരിച്ച് മാറ്റപ്പെടും, വേറെ ഭരണം വരുന്നു, അങ്ങനെ പോകുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ സ്തോത്രം, ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് കാണാൻ കഴിയും. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 ഭരണ സംവിധാനങ്ങളിൽ ലോകത്തെ ഭരിച്ചു. ആ ഭരണം മുഴുവൻ വളരെ നന്മയായിരുന്നു, വിടുതലായിരുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ഭരണങ്ങളായിരുന്നു അതിൽ പലതും. എന്നാൽ അടുത്ത ദാനിയേൽ പറയുന്നത്
ദാനിയേൽ നെബൂഖദ്നേസർ കണ്ട ബിംബത്തെക്കുറിച്ച് അവിടെ പറയുന്നത് 4 സാമ്രാജ്യങ്ങൾ ആ ബിംബത്തിന്റെ 4 പാർട്ടുകളായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം വായിച്ച് പഠിച്ചാൽ അത് മനസ്സിലാവും. ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ മുമ്പിൽ സമയമില്ല, നമ്മൾ വചനത്തിന് മുമ്പിലായിരിക്കണമല്ലോ. അവിടെ 4ാമതൊരു സാമ്രാജ്യം ഭരിച്ചു, റോമൻ സാമ്രാജ്യം. നിങ്ങൾക്കറിയാം, റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം അതിക്രൂരമായിരുന്നു. ജനത്തെ മൃഗീയമായ നിലയിൽ കൊന്ന്, അല്ലെങ്കിൽ ജനത്തെ മൃഗീയമായ നിലയിൽ അടിച്ചമർത്തി ഭരിച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു റോമൻ സാമ്രാജ്യം. ആ റോമൻ സാമ്രാജ്യം കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇരുമ്പും കളിമണ്ണും ചേർന്നൊരു ഭരണം. ഇരുമ്പ് റോമയെ കാണിക്കുന്നത്. ആ ഭരണ സംവിധാനം കഴിഞ്ഞ് കളിമണ്ണ് എന്നൊരു പാർട്ട് അവിടെ കാണാൻ കഴിയും. അത് ഡെമോക്രസി, ജനാധിപത്യത്തെ കാണിക്കുന്നത്. അപ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ദാനിയേൽ എഴുതിയിരിക്കുന്നത് ഈ ബിംബത്തിന്റെ 4 ഭാഗങ്ങളെയും അടിച്ച് തകർത്ത് കളഞ്ഞെഴുതിയ ശേഷം ഇരുമ്പും കളിമണ്ണുമുള്ള അവസാന പാർട്ടിനെയും തകർത്ത് തരിപ്പണമാക്കിയിട്ട് വേറൊരു ഭരണം ഈ ഭൂമിയിൽ വരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച. സകല മാനുഷിക ഭരണ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയിട്ട് ദൈവപുത്രൻ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് ആ ബിംബത്തിന്റെ അവസാന പാർട്ടിൽ ഇരുമ്പും കളിമണ്ണും ചേർന്ന ആ ബിംബത്തെ തച്ചുടച്ച് അത് പതിർപോലെയായി അത് മുഴുവൻ നശിച്ചു പോയി. അതിനുശേഷം ആ ബിംബത്തെ അടിച്ചുടച്ച ആ കല്ല് ഭൂമി മുഴുവൻ അതിൻ്റെ ധൂളി, അതിൻ്റെ പൊടികൾ നിറഞ്ഞു. അങ്ങനെയാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. അതെന്തിനെ കാണിക്കുന്നു? യേശുക്രിസ്തു സർവ്വലോകത്തെയും ഏക രാജാവായിട്ടിരുന്ന് ഭരിക്കും എന്നാണ് ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത്. അത് വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് വിശദീകരിച്ച് പറയേണ്ടതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, സമയത്തിന്റെ പരിമിതി കൊണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിലെ മനുഷ്യൻ നമ്മെ ഭരിച്ച് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഈ ലോക നേതാക്കന്മാർ പലരും ഭരിച്ച് നമ്മൾ ഭരിക്കത്തക്ക അവസ്ഥയിലായി. എന്നാൽ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കാൻ വരുമ്പോൾ ഈ ലോകത്തിന്റെ സകല സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ദൈവപുത്രൻ ഐശ്വര്യമായി 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. ആ ഭരണസീമയ്ക്കുള്ളിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് വേദപുസ്തകം പറയുന്നു, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ലാസ്റ്റത്തെ മരണമില്ലാത്ത 1000 ആണ്ട് വാഴ്ച തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ആ ഭരണസീമയ്ക്കുള്ളിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച്, പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച്, വിശുദ്ധിയെ തികച്ച് കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുങ്ങി കാത്തിരുന്നാൽ ആ ഭരണസീമയ്ക്കുള്ളിൽ നമുക്കായിരിക്കാൻ കഴിയും. കർത്താവിന് സഭയെടുത്തതിന് ശേഷം 7 വർഷത്തെ മഹോദരകാലം, ആ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം പുതിയ നിയമസഭ കർത്താവുമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കും. ആ 1000 ആണ്ട് വാഴ്ചയിൽ സുസ്ഥിരമായ, മനോഹരമായ, അനുഗ്രഹിക്കപ്പെട്ട ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഭരണസീമയ്ക്കുള്ളിൽ നമുക്കായിരിക്കാൻ കഴിയുമെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം എന്ന് മുഖോരോ പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആ പ്രാർത്ഥന മുഴുവൻ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് 2-ാം അധ്യായമാണ് വായിച്ച് വചനത്തിൽ നിന്ന് പഠിക്കുവാൻ, ധ്യാനിപ്പാനായിട്ട് കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു കത്തെഴുതുമ്പോൾ ആ കത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചിട്ട് മറ്റത്തെ ഭാഗം ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളയാൻ സാധ്യതയില്ല. ഒരു കത്ത് ആർക്കെങ്കിലും എഴുതിയാൽ, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കത്ത് എഴുതിയാൽ ആ കത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എന്ത് ചെയ്യും? വായിച്ച് ഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പതിവുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൈവസഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്നിരിക്കുന്ന ഈ ലേഖനങ്ങൾ, ഈ പ്രമാണങ്ങൾ, ഈ ഉപദേശങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത്
പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നത് നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ വേദഭാഗങ്ങളെ അടുക്കായിട്ട് വായിച്ചു പഠിപ്പിച്ച് ദൈവസഭയെ അത് ഗ്രഹിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കണമെന്നുള്ള ദൈവഹിതം പലരും ചെയ്യുന്നില്ല എന്നൊരു വലിയ പരാജയമുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് അതിൻ്റെതായ മൂല്യച്യുതി ഉണ്ടെന്നാലും നമ്മളതൊന്ന് തിരുത്തി എഫേസ്യ ലേഖനം, ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന മനോഹരമായ ലേഖനം എന്താണെന്ന വചനത്തിലൂടെ പഠിക്കുവാൻ കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് ഞാൻ വരുന്നു. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നിർത്തി. അടുത്തതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരാം. 20-ാം വാക്യം, എഫേസ്യർ 1:20. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരും. വായിച്ചാട്ടെ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കർത്താവ് ചെയ്ത മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. ഇത് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ആ ക്രിസ്തുവിനെ ശരീരമാം സഭയുടെ തലയാക്കി വെച്ചു. ദൈവമക്കളെ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിന്റെ മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ സഭയ്ക്ക് തന്നു. എന്തായിട്ടാ തന്നെ പറയാമോ ഫ്രാൻസിസ്? ശരീരമാം സഭയുടെ തലയായിട്ട് തന്നിരിക്കുക. അപ്പൊ സഭയുടെ തല ആരാ? യേശുക്രിസ്തു. ഇന്ന് ആ തലപ്പത്ത് നമ്മുടെ മുഖ്യന്മാർ കയറിയിരിക്കുക പലരും. ഞങ്ങൾ ഇന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മെയിൻ ആള്, ഞങ്ങൾ ഇന്ന പ്രസ്ഥാനത്തിന്റെ ആള്, ഞങ്ങൾ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, നീ സെക്രട്ടറി. ഞങ്ങൾ ഈ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടില് ഈ 4, 5, 6, 7 വയസ്സായ സമയത്ത് ഞങ്ങൾ ഈ കുട്ടികൾ കളിക്കുമായിരുന്നു. ഇത് പറയുന്നത് എന്താണെന്നറിയാം? ഞാൻ പോലീസ്, നീ അസിസ്റ്റന്റ്, നീ അതിൻ്റെ താഴെ, നീ അതിൻ്റെ ഓഫീസിൽ ചെയ്യുന്ന ആള്, ഇങ്ങനെ കളിക്കുമായിരുന്നു. അതുപോലെ ഇന്നിപ്പോൾ സഭയിൽ ഞാൻ പ്രസിഡന്റ്, നീ സെക്രട്ടറി, ഞാൻ ഖജാൻജി, ഞാൻ കൗൺസിൽ മെമ്പർ, ഇവരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുക? ദൈവസഭയിൽ കിടന്ന് കളിക്കുക. ഇന്ന് പകലിൽ ചിന്തിച്ചോണം. ഞാൻ ആത്മനിയോഗത്താൽ വിളിച്ചു പറയുന്നു, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പരിശുദ്ധാത്മാവിൽ വിരചിച്ച ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയങ്ങളിലോട്ട് കയറട്ടെ. എല്ലാ പെന്തക്കോസ്ത് സമൂഹങ്ങളിലുമുള്ള ശുശ്രൂഷകന്മാരും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും എല്ലാവരും ഇത് കേട്ട് പഠിച്ചുകൊള്ളണം. കർത്താവിനെ ആരാക്കി വെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല, എൻ്റെ ദൈവമേ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകം. ഏതായി വരുവാനുള്ള ലോകം? 1000 ആണ്ട് വാഴ്ച. അത് വരുവാനുള്ളൊരു ലോകമാ. ഹല്ലേലൂയ. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ആരാ വെച്ചിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പിതാവാക്കി വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ആ കർത്താവിൻ്റെ ആ മഹത്വം എന്താണെന്ന്, തനിക്ക് പിതാവ് കൊടുത്ത സ്ഥാനം എന്താണെന്ന് പൗലോസ് പറയുന്നത് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും പിശാചിന്റെ
വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ, ഈ ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് മീതെ 160 രാഷ്ട്രങ്ങൾ 200 രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്തു ആകട്ടെ, അതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ. ഗൂഗിളിൽ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ 195 രാഷ്ട്രങ്ങളുണ്ട്. ഈ 195 രാഷ്ട്രങ്ങളിലുള്ളവരിൽ ഭരിക്കുന്ന നേതാക്കന്മാരുടെ അവരുടെ മേലും ആരെ ആക്കി വെച്ചു? സ്തോത്രം. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. യേശു ക്രിസ്തുവിന്റെ ഭരണസീമയ്ക്കുള്ളിലാണ് ഈ 195 രാഷ്ട്രങ്ങളും. ഗൂഗിൾ പറയുന്ന 195 രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാര്, രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണസീമയ്ക്കുള്ളിലാണ് അവര്, അപ്പുറമല്ല. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. നമ്മളിപ്പോ പറയുന്നത് 195 രാഷ്ട്രങ്ങളും 195 തലവന്മാര് ഭരിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യം, അത് ഭരിക്കണം. അങ്ങനെ ഭരണം സംവിധാനം ദൈവം വെച്ചിരിക്കുന്നത് തന്നെയാണ്. ആ ഭരണത്തിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് തന്നെയാണ് പൗലോസ് പഠിപ്പിക്കുന്നത്, വേദോസം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ഭരണത്തിന്മേലും കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല് ഈ ഭരണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി താൻ മാത്രം ഏക രാജാവായി, ഏക നേതാവായി ഈ ലോകത്തെ 1000 ആണ്ട് ഭരിക്കുമെന്ന് കൂടി ഈ വചനത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സകലത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ സഭയുടെ തല ആരാ? ക്രിസ്തു. ഇനി ഈ വാക്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഉപവാക്യം കൊലോസ് ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ, അത് പറയാതെ പോയാൽ സംഗതി വലിയ ഗുരുതരമായ വീഴ്ചയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിലെ 18-ാം വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. സ്തോത്രം. അല്ല, 2:10 ഞാൻ വായിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ തലയായ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലാണ് നമ്മൾ എന്തായിരിക്കുന്നത്? പരിപൂർണതയിലേക്ക് വരുന്നത്. തലയില്ലെങ്കിൽ പരിപൂർണതയില്ല. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെ കുറിച്ചുള്ള ഒരു ചാർട്ട് എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടി. ഞാനത് എൻ്റെ ബൈബിളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടത്, വലിയൊരു ബൈബിളിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നെങ്കിൽ അത് കാണിച്ചു തരാമായിരുന്നു. അതിൽ ഏറ്റവും മെയിൻ പാർട്ട് ഏതാ? ശരീരത്തിന്റെ ഏറ്റവും മെയിൻ പാർട്ട് ഏതാ? തലയാണ് നിയന്ത്രിച്ച് നടത്തുന്നത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്ര തലവൻ ആരാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അവരാക്കി വെച്ചിട്ട്, നമ്മുടെ രാജ്യം തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ട് അവരാ നമ്മളെ ഭരിക്കുന്നത്. ഇവര് ഗുണമില്ലെങ്കിൽ ഈ രാജ്യമേ ഗുണമില്ലാത്തതായി പോകും. അവര് കള്ളന്മാരായി തീർന്ന രാജ്യം മുഴുവൻ അതിന്റെ കഷ്ടത അനുഭവിക്കും. ഒരു നല്ല ഭരണകർത്താവിന്, ഒരു നല്ല മാനേജ്മെന്റിന് ജനത്തെ ഉദ്ധരിച്ചെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കമ്പനി, തകർന്ന് തരിപ്പണമായ ഒരു കമ്പനിയെ ഒരു മാനേജ്മെന്റ് തകർന്ന് തരിപ്പണമായി പോയി. അവസാനം അദ്ദേഹത്തിന്റെ റിലേഷനിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങളെ ഈ കമ്പനി എനിക്ക് തരാൻ പറ്റും. ഇദ്ദേഹം വന്ന് ലീഡർഷിപ്പ് ഏറ്റെടുത്തു, മാനേജ്മെന്റ് ഏറ്റെടുത്തു, MD ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി തകർന്ന് തരിപ്പണമായി പൂട്ടിക്കെട്ടിയ കമ്പനിയെ 3-4-5 വർഷം കൊണ്ട് വളരെ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയാക്കി മാറ്റിയെടുത്തു. കാരണം ഭരണ സാമർഥ്യം, നല്ല കഴിവുള്ള ലീഡർഷിപ്പ്. നമ്മുടെ കേരളം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം മികവുറ്റ മനുഷ്യസ്നേഹികളായ ഭരണകർത്താക്കൾ നമുക്കില്ലാതെ പോയി എന്നത് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. അതാണ് VS ഭരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും ജനസമുദ്രം ഇങ്ങനെ ഒഴുകി നടന്നതിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ഗുണപാഠം. ഹല്ലേലൂയ. ഞാൻ അതിൽ നിന്ന് വചനത്തിലേക്ക് വരട്ടു. ഇവിടെ തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങളായ ദൈവമക്കൾ
ഉപദേശങ്ങൾ പ്രാപിച്ച് ജീവിച്ചാൽ മാത്രമേ ഈ ശരീരമാകുന്ന സഭയ്ക്ക് യഥാർത്ഥമായ ഒരു നിലനിൽപ്പുള്ളൂ, ഒരു വളർച്ചയുള്ളൂ, ഒരു പുരോഗതിയുള്ളൂ. അല്ല, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ 2-3 പ്രാവശ്യം ആ വാക്യം വായിക്കാനിടയിൽ, പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ, അത് മൈക്കിലൂടെ ഒന്ന് വായിച്ചു തരണം. 9:31 വാക്യം. 9:31. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രവൃത്തി 9:31 ഒന്ന് വായിച്ചു. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ഇപ്പൊ എന്താ ഇതിൽ നമ്മൾ പഠിക്കുന്നത്? 9-ാം അധ്യായത്തിൽ പൗലൂസ് മാനസാന്തരപ്പെട്ട് വരുന്നു. പൗലൂസും പത്രോസും അങ്ങനെ ആദ്യമായ അപ്പോസ്തലന്മാർ ഗലീല, യഹൂദ, ശമരിയ ദേശങ്ങളിലെ സഭയിൽ വചനങ്ങൾ പ്രസംഗിച്ച് പ്രബോധിപ്പിച്ച് സഭയെ എന്ത് ചെയ്തു? ആത്മീക വർധനവിലേക്ക്, കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ട് വരുവാൻ അവർ ശക്തമായ ഉപദേശം പ്രസംഗിച്ച് സഭയെ നടത്തി. അതുകൊണ്ടാണ് സഭയ്ക്ക് സമാധാനം ഉണ്ടായത്. ഇന്ന് കേരളക്കരയിലും ആഗോള വ്യാപകമായി സഭയ്ക്ക് സമാധാനമില്ല. കർത്താവിന്റെ സഭ എന്ന് പറയപ്പെടുന്നവർ കോടതിയും കേസും വഴക്കും വക്കാണവും ആയിട്ട് നടക്കുകയാണ്. സഭ ലോകത്തിന് മുൻപാകെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പ്രാരംഭം 1-2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവസഭയിൽ ഉണ്ടെന്ന് പറയുന്നവര് യാതൊരു ഗുണമില്ലാത്ത നിലയിൽ ആത്മീയമായ മൂല്യച്യുതി സംഭവിച്ച് യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോയ ആ വഴിയാത്രക്കാരൻ അർദ്ധപ്രാണനായി മുറിവേറ്റ് കിടന്നതുപോലെ സഭ കിടക്കുക ഇന്ന്. എന്താ കാര്യം? ശമരിയക്കാരായ നല്ല ശുശ്രൂഷകന്മാരില്ല, കർത്താവിനെ പോലെയുള്ള ശുശ്രൂഷകന്മാരില്ല, പഥ്യവചനം പഥ്യോപദേശം നടത്തി സഭയെ ഉദ്ധരിച്ചെടുക്കാൻ ആളില്ല. തലയായ ക്രിസ്തുവിൽ നിന്ന് മാത്രമേ സഭയ്ക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ, ഉന്നമനം ഉണ്ടാകത്തുള്ളൂ, ഉയർച്ച ഉണ്ടാകത്തുള്ളൂ, ആത്മീക അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊലോസ് ലേഖനം ഇവിടെ കടമെടുത്ത് പറയാനിടയായി തീർന്നത്. അതിന്റെ 2-10 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായെന്ന് പറഞ്ഞാൽ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് ഒരു പരിപൂർണതയിലേക്ക് വരാൻ സഭയ്ക്ക് കഴിയത്തുള്ളൂ. എന്നിട്ടാണ് പറയുന്നത്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും, കൊലോസ്യർ 2:18 ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും സ്വന്തം കാഴ്ചപ്പാട്, തങ്ങൾക്കൊരു ഉപദേശം തന്റെ ജഡമനസ്സിനാൽ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ഈ വചനം പ്രസംഗിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല. തലയെ മുറുകെ പിടിക്കാത്തവൻ വിരുത് തെറ്റിക്കുന്നു എന്ന് ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇഷ്ടം പോലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം മുറുകെ പിടിച്ച് സഭയെ ഉപദേശിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശുശ്രൂഷ വൃന്ദങ്ങൾ സഭയുടെ വിരുത് തെറ്റിക്കുക. ഈ വിരുത് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗത്തോട് കയറി ഇറങ്ങിയാലേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 3:12 മൈക്ക് കൂടി വായിച്ചാൽ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഞാൻ എടുത്ത് പറയുന്നത്. ലഭിച്ചു കഴിഞ്ഞു എന്നോ ആമേൻ, തികഞ്ഞവനായി എന്നോ അല്ല, ആമേൻ, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ആമേൻ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ് പ്രാപിക്കാൻ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. പൗലോസ് മാത്രമല്ല, നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ് ഇത്. നമ്മൾ തികഞ്ഞിട്ട് ഓടുകയല്ല.
ഞാനും നിങ്ങളും തികഞ്ഞവരല്ല, തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം ജീവിതമാ, ഓട്ടക്കിടത്തിലായിരിക്കുക. എന്തിനാ ഓടുന്നത്? ബിരുദ പ്രാപിക്കാൻ. കൊലോസിലെ നമ്മൾ വായിച്ച വാക്യം എന്താ? തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ ബിരുദ തെറ്റിക്കരുത്, തെറ്റിച്ച് കളയൂന്ന്. ദൈവമക്കളെ, ഈ അതിൻ്റെ ക്ലൂ മനസ്സിലായോ? നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രമാണം ശരീരമാം സഭയെ ഉപദേശിച്ച് ആ വിരുദിൽ ഓട്ടക്കളത്തിൽ ഓടുവാൻ ഉപദേശം കൊടുത്ത് അവരെ ഓടിച്ച് അവരെ വിരുദിലേക്ക്, അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഒരു ശുശ്രൂഷന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മർമ്മം എന്താണ്? ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിച്ച് നടത്താത്തവർ നിങ്ങളുടെ വിരുദ് തെറ്റിക്കുക. നിങ്ങളുടെ സ്വോത്രകാഴ്ചയും നിങ്ങളുടെ ദശാംശവും നിങ്ങളുടെ വേണ്ട ഭൗതികമായ നന്മകളൊക്കെ അവർക്ക് കൊടുത്ത് അവസാനം നിങ്ങളും അവരും ഒരുമിച്ച് നാശത്തിലേക്ക് പോകാൻ സാധ്യത ഏറെയാണെന്ന് ഇന്ന് പോൽക്കാലം ഞാൻ പറഞ്ഞു വെക്കട്ടെ. ഇതൊരു മർമ്മമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തലയെ മുറുകെ പിടിക്കാത്തവൻ നിങ്ങളുടെ വിരുദ് തെറ്റിക്കുകയാണ്. എന്താണ് തല? ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ, തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനി 2:15 ആ വാക്യം. ഞങ്ങൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. തലയെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിന്റെ പ്രമാണം മുറുകെ പിടിക്കുക, ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിക്കുക. അങ്ങനെ മുറുകെ പിടിച്ച് ആ ഉപദേശം പ്രസംഗിച്ച് നടത്തുന്നവർക്കാണ് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെട്ട് നിത്യതയിൽ ചെന്നെത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ല പ്രിയമുള്ളവരെ. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കുക. വളരെ ആഴത്തിലുള്ളൊരു മർമ്മമാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും അത് നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന സത്യം അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം കൂടി വായിക്കാം. അതിൽ 18-ന്റെ 2-ാമത്തെ വാക്യം, തലയെ മുറുകെ പിടിക്കാതിരിക്കാനും ചെയ്യുന്ന വിധി തെറ്റിക്കരുത്. അടുത്ത 19-ാമത്തെ വാക്യം 2:19, കൊലോസ്യർ 2:19 വായിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയായവനിൽ നിന്നല്ലോ, അതാണ് വാക്യം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ശരിയായില്ലേ? ക്ലിയർ ആയില്ലേ? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയും. എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കപ്പെടണം. തലയായ ക്രിസ്തുവിന്റെ ഉപദേശം ശരീരമാം സഭയ്ക്ക് കൊടുത്ത് അവരെ പ്രസംഗിച്ച് അവരെ വളർത്തിയെടുക്കണം. അതാണ് പ്രവൃത്തി 9 നമ്മൾ വായിച്ചത്. അപ്പോസ്തലന്മാരാൽ ഉപദേശം കേട്ട് വളർന്നു വന്ന സഭകൾ ഗലീല, ശമരിയ എന്ന് യഹൂദ ദേശങ്ങളിലെ സഭകൾക്ക് എന്തുണ്ടായി? ആത്മീയ വളർച്ചയുണ്ടായി, ആത്മീയ വർധനവുണ്ടായി, ആത്മീയ നിറവുണ്ടായി. എന്താ കാര്യം? അപ്പോസ്തലന്മാർ സഭയെ ഉപദേശിച്ച് നടത്തിയപ്പോൾ അത് സംഭവിച്ചു. ഇന്നത്തെ അപ്പോസ്തലന്മാർ അത് ചെയ്യുന്നില്ല. അവർ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവർ സഭയുടെ ശുശ്രൂഷകന്മാരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് മേലാളന്മാരായിട്ട് നടിച്ച് അവർ പണമുണ്ടാക്കി, അവർ സമ്പത്ത് വർദ്ധിപ്പിച്ച് അവരുടെ പ്രസ്ഥാനത്തെ വളർത്തി, അവരുടെ കുടുംബത്തെ വളർത്തി, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ പിന്നിലുള്ള മഹാദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് സഭയെടുക്കാൻ വരുമ്പോൾ ഈ പ്രിയപ്പെട്ടവരെല്ലാം തൊഴിഞ്ഞ് ഇവിടെ കിടന്നു. കാരണം എന്താ? ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെടണം. ഉപദേശം പ്രസംഗിച്ച് നടത്തണം സഭയെ. ഉപദേശം പ്രസംഗിച്ച് സഭയെ നടത്തണം. ഉപദേശം പ്രസംഗിക്കാതെ ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം, പിശാച് അടിച്ചുകൊണ്ട് പോയ അനുഗ്രഹം തിരിച്ചു തരുന്ന ഒരു ദൈവത്തെ ഇവിടെ പ്രസംഗിക്കുന്ന ഓരോരുത്തരും. ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നനാകാനുള്ള ഉപദേശം ഇവിടെ പലരും പ്രസംഗിക്കുന്നത്. കഷ്ടത മാറ്റി സമൃദ്ധി തരാനുള്ള പ്രസംഗം ഇവിടെ നടക്കുന്നത്. സൈക്കിൾ മാറ്റി ബൈക്ക് മാറ്റി കാറ് മാറ്റി പ്ലെയിന് മാറ്റി അങ്ങനെ പോകുന്നു വിഷയങ്ങൾ. ദൈവസഭ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്ത്? തലയായ ക്രിസ്തുവിന്റെ ഉപദേശം സഭകളിൽ പ്രസംഗിക്കുന്നില്ല. തലയെ മുറുകെ പിടിക്കണം. ക്രിസ്തുവിന്റെ ഉപദേശത്തെ മുറുകെ പിടിച്ച് ആ ഉപദേശം സഭയെ പ്രസംഗിച്ച് പഠിപ്പിക്കണം.
അതാ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവരെന്ന് കർത്താവ് പറഞ്ഞത് അതാ. കർത്താവിന്റെ ശിഷ്യന്മാർ ചെയ്തത് അതാ. ഇന്നത്തെ ശിഷ്യന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ വിശ്വാസികൾ ഇത് കേട്ട് മനസ്സിലാക്കി ആ ദൈവിക പരിജ്ഞാനത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. എഫെസ്യോനിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ 22-ാമത്തെ വാക്യം.